Yo, what's up guys, കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തപ്പോഴത്തേനും നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മളൊരു റിവ്യൂ വീഡിയോ നെക്സ്റ്റ് ടൈമിൽ വരുന്നുണ്ടെന്ന്. സോ ഗൈസ്, നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ആ റിവ്യൂ വീഡിയോ ആണ്. സോ നമുക്കിന്ന് റിവ്യൂ ആകാൻ പോകുന്ന ഐറ്റത്തെ പൊക്കാം. നമ്പർ 1, യെസ് മാൻ, ഷവോമിയുടെ MIയുടെ ഒരു റെഡ്മി പവർ ബാങ്കാണ്. ഇത് നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ ഇത് മാത്രമാണോ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്? നോ. യെസ് ഗായ്സ്, റെഡ്മിയുടെ 10,000 mAh മറ്റൊരു പവർ ബാങ്കാണ് ഇതിനകത്ത്. പോരല്ലേ? ഓക്കെ, നെക്സ്റ്റ്. ഗായ്സ്, ഇതാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഈ 3 ഐറ്റംസ് ആണ്. സോ ഫസ്റ്റ് ഞാൻ പറയട്ടെ, ഇത് റെഡ്മിയുടെ 20,000 mAh പവർ ബാങ്കാണ്. ഇത് MIയുടെ 10,000 mAh, റെഡ്മിയുടെ തന്നെ 10,000 mAh പവർ ബാങ്കാണ്. ഈവൻ റെഡ്മിയുടെ അല്ല, MIയുടെ പവർ ബാങ്ക് 2i എന്ന് പറയുന്നൊരു പവർ ബാങ്കാണ് MIയുടെ. കുറച്ച് ഓൾഡാണ്, ഇത് പുതിയ വേർഷനാണ്. സോ ഗൈസ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇവരുടെ ഈ 3 പേരുടെ കമ്പാരിസൺ റിവ്യൂ ആണ്. ഇതൊരു ബിഗ് കമ്പാരിസൺ റിവ്യൂ ആണ്. ഇതിനകത്ത് നമ്മൾ പറയാനായിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞിരിക്കും കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഫുള്ള് കവർ ചെയ്തിരിക്കും. എന്നൊക്കെ കാര്യങ്ങളാണുള്ളതെന്നുള്ളത് നമ്മൾ ഫുള്ള് കവർ ചെയ്തിരിക്കും. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പുതുതായിട്ട് അൺബോക്സ് ചെയ്തിരുന്നു. ഇത് 2 എണ്ണം ഓൾറെഡി അൺബോക്സ് ചെയ്ത പീസസ് ആണ്. സോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒന്നും കൂടെ അൺബോക്സ് ചെയ്യാം. സോ ഇത് റിവ്യൂ വീഡിയോ ആണ്, കുറച്ച് ടൈം ഞാൻ കൂടുതലെടുക്കും കേട്ടോ. സോ സോറി. സോ ലെറ്റ്സ് ബിഗിൻ ദ ജേർണി. യു വാച്ചിങ് APPEKAZZ. It's me, APPEKAZZ here. I'm back. Guys, നമ്മളിന്ന് ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഐറ്റംസ് ഈ 2 എണ്ണമാണ്. സോ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞ് അൺബോക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണെന്ന്. പക്ഷേ നമുക്കിത് 2 എണ്ണവും അൺബോക്സ് ചെയ്ത് നോക്കണം. നിങ്ങൾക്കറിയണ്ടേ ഇതിനകത്തും എന്തൊക്കെയുണ്ടെന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് തന്നെ ഈ 2 എണ്ണം അൺബോക്സ് ചെയ്യാം. ഇത് നമ്മൾ അൺബോക്സ് ചെയ്ത് കണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ഇത് ഓരോന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് റെഡ്മിയുടെ 10,000 mAh ഒരു പവർ ബാങ്ക് ഉണ്ട്. ഇതിനും കണ്ട് സീലുണ്ട്. ഓക്കെ, സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ബോക്സ് പവർ ബാങ്ക് ഇതിനകത്താണ്. ഇതാണ് പവർ ബാങ്ക്. വൈറ്റ് കളർ പവർ ബാങ്കാണ്. ഇതിന് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ബുക്ക്ലെറ്റ്, കോഡ് കൊടുത്തേക്കുന്ന ബുക്ക്ലെറ്റ്, ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇതിൻ്റെ കൂടെ കേബിളും കൂടെ ഉണ്ട്. നമ്മുടെ കേബിൾ ഇപ്പോൾ ഇല്ല, അവൈലബിൾ അല്ല. ഗൈസ്, ഇത് 20,000 റെഡ്മി, ഇത് 10,000 റെഡ്മി, ഇത് 2i 20,000 mAh ആണ്. ഗൈസ്, ഇതിനകത്ത് നിങ്ങളിത് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇതിനകത്ത് കുറേ പ്ലാസ്റ്റിക് ഒക്കെ ചുറ്റിയിട്ടുണ്ട്. ഗൈസ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ചെളി പിടിക്കും പെട്ടെന്ന്. കാരണം പെട്ടെന്ന് ഈ എന്താ പറയുന്നത്, പൊടിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കറുത്തു പോകും. അതിനൊരു എക്സാമ്പിളാണ് ഇത്. കണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പഴയ ഒരു ഇതാണ്. എൻ്റെ മോൻ ഇത് കണ്ട്, ഇതൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാനാണ് നോക്കി. ഇത് പുതിയതാണ്, ഡിഫറൻസ് കണ്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇത് രണ്ടും പൊതിഞ്ഞ് വെച്ചേക്കുക. കാരണം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്, അതുകൊണ്ട് കേട്ടോ. സോ നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഐറ്റംസ്. നെക്സ്റ്റ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഫുള്ള് കമ്പാരിസനാണ്. എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എന്താണ് റെഡ്മിയും MI ഇത് രണ്ടും ഒരേ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ എന്തൊക്കെയോ ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇത് തമ്മിലുണ്ട്. യെസ് ഗൈസ്, കാരണം ഇത് പുതിയ ജനറേഷനാണ്, പഴയ ജനറേഷനാണ്. അപ്പോൾ ആ വ്യത്യാസങ്ങൾ നമുക്കിന്ന് ഇവിടെ നോക്കാം. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ അവൈലബിലിറ്റി പറഞ്ഞാൽ ഇന്ത്യയിലെ MI സൈറ്റിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ ആമസോണിലും നൂണിലും എല്ലാം അവൈലബിൾ ആണ്. 20,000 mAh, അതായത് നമ്മുടെ 20,000 mAh റെഡ്മിയും അതുപോലെ MIയും ഒരേ പ്രൈസാണ് കേട്ടോ. അതായത് 1,600 രൂപയാണ് ഇത് 2 എണ്ണം. ഇത് പഴയ വേർഷന്, പുതിയ വേർഷൻ, പക്ഷേ പ്രൈസ് ഒന്നാണ്. ഇതിന് 800 രൂപയോളം വിലയാണ് 10,000 mAh. ഓക്കെ,
അത് നാട്ടിലെ വിലയാണ്. ഇവിടെ അതിനനുസരിച്ച് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 60 തൊട്ട് 80 ദിറംസിന് പല റേറ്റാണ് ഇവിടെ കേട്ടോ ഇതിന് വില വരുന്നത്. ഒഫീഷ്യൽ ഒരു 65 ദിറംസ് പ്രതീക്ഷിക്കാം 20,000-ന്. ഇന്ത്യയിൽ ഇത് അവൈലബിൾ ആണ്. പ്രൈസ് റേഞ്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കളർ വേരിയൻറ്റ് നോക്കുവാണെങ്കിൽ ഇത് രണ്ടെണ്ണം വൈറ്റും റെഡിലും വൈറ്റും ബ്ലാക്കിലും കളർ വേരിയൻറ്റ് ഇത് അവൈലബിൾ ആണ്. വൈറ്റും ബ്ലാക്കിലും കിട്ടും. ഇതും അതുപോലെ തന്നെ വൈറ്റും ബ്ലാക്കുമാണ്. പക്ഷേ ഇതിൻ്റെ 10,000 mAh ഉണ്ട്. 2iയുടെ 10,000 mAh ഉണ്ട്. അത് നമുക്ക് പല ബ്ലൂയിലും റെഡിലും ഒക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും കേട്ടോ. കളറ് വ്യത്യാസം ഉണ്ടാവും. സോ നമുക്ക് ഇതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷൻ ഇപ്പോൾ പറഞ്ഞു വിടാൻ പറ്റത്തില്ല, കാരണം വീഡിയോക്ക് ഒരുപാട് ലെങ്ത് കൂടും. അതുകൊണ്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എല്ലാം പറഞ്ഞു വിടാൻ പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കമ്പാരിസൺ പറയാം. നിങ്ങൾ ഈ കമ്പാരിസന് വേണ്ടിയാണല്ലോ ഇത്ര നാൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നതിൻ്റെ കമ്പാരിസന് വേണ്ടിയാണ്. സോ നമുക്ക് ഇതിൻ്റെ കമ്പാരിസൺ എന്ന് പറയാം. ഫസ്റ്റ് കമ്പാരിസൺ പറയുകയാണെങ്കിൽ ഇവന്മാർ രണ്ടുപേരും 20,000-ന് രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണവും ഇൻപുട്ടും ഔട്ട്പുട്ടും 18 വാട്ട്സാണ്. 18 വാട്ട്സ് സപ്ലൈ ചെയ്യുന്ന ഇൻപുട്ടും ഔട്ട്പുട്ടും ഇതിനുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ പവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് നിങ്ങളിത് കാണുന്നുണ്ടോ? ഇതിന് ടൈപ്പ് സിയും മൈക്രോ USB ഉണ്ട്. പക്ഷേ ഇതിന് മൈക്രോ USB മാത്രമേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയാനായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാം ടൈപ്പ് സി കേബിളാണ്. ഇതിന് ടൈപ്പ് സി ഇല്ല, മൈക്രോ USB മാത്രമേ ഒറ്റ ഇൻപുട്ടേ ഉള്ളൂ. ഇതിന് ഡ്യുവൽ ഇൻപുട്ടും ഡ്യുവൽ ഔട്ട്പുട്ടും ഉണ്ട്. ഇത് രണ്ടും 18 വാട്ട്സാണ്. പക്ഷേ എൻ്റെ മോനെ ഇത് 10 വാട്ട്സേ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ കേട്ടോ. ഇതിനും ഇതുപോലെ തന്നെ ഡ്യുവൽ പോർട്ടാണ്, 2 ഡ്യുവൽ പോർട്ടാണ്. 10 വാട്ട്സ് ഇത് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. 10 വാട്ട്സിനാണ്. പക്ഷേ 2iയുടെ 10,000 mAh നമുക്ക് 18 വാട്ട്സ് തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇതിൻ്റെ 10,000 mAh. പക്ഷേ റെഡ്മിയുടെ 10,000 mAh 10 വാട്ട്സേ ഉള്ളൂ. ഞാൻ ഈ ഡീറ്റെയിൽസ് മൊത്തം പറയുന്നത് റെഡ്മിയുടെ MIയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സൈറ്റിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കണം. ഓക്കെ. നെക്സ്റ്റ് ഗൈസ്, നെക്സ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സൈസ് നോക്കാം. ഓക്കെ, സൈസ് കമ്പാരിസൺ നോക്കാം. ഇത് 20,000-ഉം 10,000 mAh ബാറ്ററിയാണ് കേട്ടോ. ഇത് 2i ആണ്, ഇത് റെഡ്മിയാണ്. പക്ഷേ റെഡ്മിയുടെ സാധനം കുറച്ച് ബൾക്കി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വെയിറ്റ് നോക്കുമ്പോഴത്തേനും ഇത് തന്നെയാണ് എനിക്ക് ഇച്ചിരി കൂടെ വെയിറ്റ്. ഇതിന് ശേഷം 450 ഗ്രാമോളം വെയിറ്റ് ഉണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടെ സ്ലീക്കാണ്, ഒരു സ്റ്റൈലിഷാണ്. അത്ര വലുപ്പമില്ല. ഇതുണ്ടോ, ഇതിൻ്റെ വണ്ണം തന്നെ അതിൻ്റെ നീളം നോക്കി, ഇതിന് നീളം കൂടുതലാണ്. അതുപോലെ വണ്ണം കൂടുതലുമാണ് ഇത്. ഈ സൈസ് കമ്പാരിസൺ വെച്ച് നോക്കുമ്പോഴത്തേനും വിന്നർ ഇവനാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഇതിൻ്റെ ബാറ്ററി കമ്പാരിസൺ, ബാറ്ററി ടൈപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിഥിയം അയൺ അല്ല, ലിഥിയം പോളിമർ ബാറ്ററിയാണ് കേട്ടോ. ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് ലിഥിയം പോളിമർ ബാറ്ററിയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ലിഥിയം അയൺ ബാറ്ററി എടുക്കാറില്ല, കാരണം ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഏറ്റവും എഫിഷ്യൻറ്റ്. അടുത്തത് ഞാൻ ഫാസ്റ്റ് ചാർജിങ് പറഞ്ഞല്ലോ. ഇതിന് 2-വേ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന കേട്ടോ. അതായത് ഇവിടെയും 18 വാട്ട്സ്, ഇവിടെയും 18 വാട്ട്സ്. അതുപോലെ തന്നെ ഇത് രണ്ടിടത്ത് 18 വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന 2 ഫോണിൽ കൊടുത്താലും ഒരേ പവർ ഔട്ട്പുട്ട് ഇത് പ്രൊവൈഡ് ചെയ്യും. ഇതിന് 10 വാട്ട്സേ ഉള്ളൂ കേട്ടോ. 10 വാട്ട്സേ ഇതിന് അവൈലബിൾ ആയിട്ടുള്ളൂ. 9 ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ 2iക്ക് പ്രൊവൈഡ് ചെയ്യുമ്പം ഇവർ രണ്ടുപേരും 12 ലെയർ ഓഫ് പ്രൊട്ടക്ഷനാണ് ഇവർ രണ്ടുപേരും പ്രൊവൈഡ് ചെയ്യുന്നത്. 3 ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ എക്സ്ട്രാ ഉണ്ട് ഇതിനകത്ത്. അതാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ചിപ്പ് ലെവലും അതുപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രൊട്ടക്ഷൻ അങ്ങനെ പറഞ്ഞ 2-3 പ്രൊട്ടക്ഷൻസ് ഇതിനകത്ത് എക്സ്ട്രാ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് പ്രൊട്ടക്ഷൻ 9 ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്. മെയിനായിട്ട് പ്രൊട്ടക്ഷൻ എല്ലാം ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സ്ട്രാ ഒരു 3 ലെയർ പുതിയ വേർഷനിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഡബിൾ പ്രസ് ലോ പവർ മോഡ്. അതായത് ഞാനിതൊന്ന് ഓണാക്കി കാണിക്കാം. ഇതുണ്ടോ, LED കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. ഇത് 4 LED ആണ്. ഒരു LED 25% ആണ് സൂചിപ്പിക്കുന്നത്. 100% 4 LED. ഇപ്പോൾ ഇത് 3 LED ഉണ്ട്. അതായത് അപ്പോൾ എനിക്ക് ഒരു LED 25% കുറവാണ്. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബട്ടൺ കണ്ടോ, ഈ ബട്ടൺ നമ്മുടെ ഇതാണ് പവർ ഓൺ ബട്ടൺ. ഇതിൽ ഡബിൾ പ്രസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് സിംഗിൾ ആയിട്ട് ബ്ലിങ്ക് ചെയ്യും കണ്ടോ, ഒരു പോർട്ട്. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ലോ പവർ മോഡിലായി. 2 മണിക്കൂർ നമുക്ക് ലോ പവർ മോഡിൽ കിട്ടും. ലോ പവർ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡ്സെറ്റ് അതുപോലെ തന്നെ ബാൻഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലോ പവറിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഈ ബാൻഡ് ഹെഡ്സെറ്റിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റൊക്കെ ചെറിയ ഡിവൈസാണ്, ബാറ്ററി ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറണ്ടിൽ ഡയറക്റ്റ് കുത്തി കഴിഞ്ഞാൽ ബാറ്ററിക്ക് ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് പുറത്തോട്ട് വരുന്നതിൻ്റെ പവർ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മാത്രമേ ബാറ്ററി സേഫായിട്ട് ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതവർ പറയുന്നുണ്ട്. അങ്ങനെ MIയുടെ ബാൻഡും അതുപോലെ തന്നെ ഹെഡ്ഫോണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പഴയ ഏത് ബ്രാൻഡാണെങ്കിലും ഇതിൽ ചാർജ് ചെയ്യുകയാണ്, ഈ ലോ പവർ ഇട്ട് ചാർജ് ചെയ്യുകയാണ് 2 മണിക്കൂർ ചാർജിങ് ടൈം
സേഫാണ് ഗൈസ്. അപ്പോൾ 2 മണിക്കൂർ ഇത് സേഫായിട്ട് ചാർജ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ഓഫായി പോയിക്കോളും. സോ ഗായ്സ്, നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ചാർജിങ് ടൈം ചെക്ക് ചെയ്യാം കേട്ടോ. ചാർജിങ് ടൈം ഓരോ ഡിവൈസും ഇത് എത്ര പ്രാവശ്യം ചാർജ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ റെഡ്മിയുടെ പവർ ബാങ്ക് 20000 mAh, എംഐയുടെ പവർ ബാങ്ക് ഇത് രണ്ടെണ്ണം എടുക്കാം. ഇതിൽ റെഡ്മിയുടെ ഇതിനകത്ത് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആണ്. അതായത് 4000 mAh ഉള്ള ഒരു ബാറ്ററി, അതായത് ഉദാഹരണം പറയുവാണെങ്കിൽ റെഡ്മിയുടെ K20 Pro അതുപോലെ Note 7 Pro ഇതൊക്കെ 4000 mAh ബാറ്ററി സപ്പോർട്ട് ചെയ്യുന്ന ഇത് 3.5 times ചാർജ് ചെയ്യും. പക്ഷേ 2i നമ്മുടെ എംഐയുടെ 2i പവർ ബാങ്ക് 3.0 to 3.3 വരെ ടൈംസേ സപ്പോർട്ട് ചെയ്തുള്ളൂ. 1 ടൈം എന്ന് പറഞ്ഞാൽ 100% ആണ്. അങ്ങനെ 3 ടൈം. അപ്പോൾ എങ്ങനെയായി 3 പ്രാവശ്യം 100% ചാർജ് ചെയ്യാൻ പറ്റും ഫുൾ ചാർജ് ആണെങ്കിൽ. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് അടിക്കും, അതെങ്ങനെ 20000 വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം 3 പ്രാവശ്യം അല്ലല്ലോ വരേണ്ടത്. ഗൈസ്, അവിടാണ് നമ്മളിവിടെ പറ്റിക്കപ്പെടുന്നത്. 20000 mAh പറ്റിക്കപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞത് എത്രമാത്രം അക്യുറേറ്റ് ആണെന്ന് എനിക്കറിയില്ല. എങ്കിലും 20000 mAh എന്ന് പറഞ്ഞ ഈ ബാറ്ററി ഇതിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് 13000 തൊട്ട് 14000 mAh വരെ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഒറിജിനൽ സത്യാവസ്ഥ. ഏതാണ് ഗൈസ്, ഞാൻ കുറേ നോക്കിയായിരുന്നു. സത്യാവസ്ഥ ഏതാണ്, അതാണ് ഇവർ ഈ ബാറ്ററി പറയുന്നത്. അല്ലെങ്കിൽ 4000 വെച്ച് എത്ര പ്രാവശ്യം നമുക്ക് ചെയ്യാം? 5 പ്രാവശ്യം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അല്ലേ? പക്ഷേ ഇത് നമ്മൾ 3 പ്രാവശ്യം വരെ ചാർജിങ് 4000 പറയുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എഫിഷ്യൻസി 13000 തൊട്ട് 14000 mAh വരെയാണ്. ഇതിനേക്കാളും കുറച്ചും കൂടി എഫിഷ്യൻസി ഇതിനുണ്ട് ഗൈസ്. അതുപോലെ തന്നെ 10000 എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എഫിഷ്യൻസി 6000 തൊട്ട് 7000 mAh വരെ ഉള്ളൂ. 10000 ഒരിക്കലും ഒരു ബാറ്ററി, ലിഥിയം പോളിമർ ബാറ്ററിയിൽ ഒരു ബാറ്ററി ഫുൾ എഫിഷ്യൻ്റ് ആയിരിക്കില്ല. മനസ്സിലായോ? അതാണ് ഇതിൻ്റെ നിങ്ങളറിയാത്തൊരു ഹിഡൻ ഫാക്റ്റായിട്ട് എനിക്കിപ്പോൾ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ചാർജിങ് ടൈം കവർ ചെയ്തു. സോ ഗൈസ്, പവർ ബാങ്ക് അൺബോക്സിങ് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് പേഴ്സണലായിട്ടൊക്കെ ചോദിച്ചായിരുന്നു, നമുക്ക് അടുത്തുള്ള ആൾക്കാരൊക്കെ ചോദിച്ചായിരുന്നു പവറിൻ്റെ ഒരു പ്രശ്നം. അതായത് അവർക്ക് ഈ റൂമിലൊക്കെ കിടക്കുന്ന സമയത്ത് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്, നല്ലൊരു പവർ ബാങ്ക് പറഞ്ഞു തരാമെന്നുള്ള ഇതിലാണ് ഞാൻ ഈ പവർ ബാങ്ക് അൺബോക്സ് ചെയ്തത്. അപ്പോൾ അതേ ചോദിച്ചവർ തന്നെ നമ്മളോട് വീണ്ടും ചോദിച്ചായിരുന്നു ഇതെങ്ങനെ മേടിക്കും, എങ്ങനെ വിശ്വസിച്ച് മേടിക്കും എന്നുള്ളത്. ഗൈസ്, നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാനുള്ളത് ഇതെങ്ങനെ ഇതിൻ്റെ ഫേക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഒറിജിനലും തമ്മിലുള്ള ഡിഫറൻസാണ്. എങ്ങനെ നമ്മൾ ഇതിനെ ഫേക്ക് തിരിച്ചറിയാം, എങ്ങനെ ഇത് ഒറിജിനൽ തിരിച്ചറിയാം എന്നുള്ളത്. ഫസ്റ്റ് പോയിൻ്റ് ഇതിനകത്ത് പറയുവാണെങ്കിൽ ഇതിൻ്റെ USB ഇല്ല, ഈ USB അകത്ത് എംഐയുടെ ഒരു ലോഗോ, എംഐയുടെ ഒരു മാർക്ക് കാണും. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എത്രമാത്രം കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. ഇതിനകത്ത് എംഐ എന്ന് എഴുതി വെച്ചേക്കുന്ന ഒരു ലോഗോ കാണും. അതാണെങ്കിൽ ഇത് ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് അറിയാൻ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഇതിൻ്റെ ബോക്സ് എടുത്താൽ ഇതുണ്ട്, ഇതിൻ്റെ സ്ക്രാച്ച് കോഡ് ഉണ്ടോ? ഈ സ്ക്രാച്ച് കോഡ് ചെക്ക് ചെയ്തിരിക്കണം. ഇതുണ്ട്, ഇത് എംഐയുടെ ആണേ. എംഐയുടെ നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് ലോഗോ കണ്ടോ? ഈ ലോഗോ എംബോസ്ഡ് ആയിരിക്കും, കാരണം അകത്തായിട്ടായിരിക്കും, അല്ലാതെ പുറത്തൊരു സ്റ്റിക്കറോ അങ്ങനെയൊന്നും അല്ലായിരിക്കും. ഈ ബോഡിയിൽ തന്നെ അകത്തായിട്ടായിരിക്കും ഈ എംഐയുടെ ലോഗോ വരുന്നത്. ഇത് കണ്ടോ? ഇപ്പോൾ റെഡ്മിയുടെ ഇതുണ്ട്, റെഡ്മിയുടെ ആണെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഇത് സ്റ്റിക്കറൊന്നും അല്ല, ഇത് അകത്ത് തന്നെ മെയിനായിട്ട് ചെയ്തേക്കുന്ന ഒരു സാധനമാണ്. കണ്ടോ? അതുപോലെ തന്നെ ഇത് എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എഴുതിയേക്കുന്നുണ്ടോ? ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെയും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ഇതൊക്കെ ഈ 3 എണ്ണമാണ് മെയിനായിട്ട് ഫേക്കാണോ അതോ ഇത് ഒറിജിനലാണോ തിരിച്ചറിയാനായിട്ടുള്ള ഒരു മാർഗം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇപ്പം നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ നോക്കി, നമ്മളെ കമ്പാരിസൺ നോക്കി, ഇതിൻ്റെ ഫുള്ള് സ്പെസിഫിക്കേഷൻ നോക്കി, എന്തോ വേണ്ട ഇതിനകത്ത് ഇപ്പം ഒരു പവർ ബാങ്ക് എംഐയിൽ നിന്ന് ഏത് പവർ ബാങ്ക് എടുത്താലും അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നെല്ലാം നമ്മളിപ്പോൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ കൺക്ലൂഷൻ, നിങ്ങൾ നോക്കിയിരിക്കുന്നതിൻ്റെ കൺക്ലൂഷൻ, റെഡ്മി ആണോ MI ആണോ നല്ലത്? ഗൈസ്, അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. നിങ്ങൾക്ക് കുറച്ചുകൂടെ കോമ്പാക്ട് ഡിസൈൻ, ചെറിയ ലൈറ്റ് വെയിറ്റ് ഫീലിംഗ് വേണമെങ്കിൽ MI 2i എടുക്കുക. പക്ഷേ ഇതിപ്പം നമുക്ക് സൈറ്റിൽ ഞാൻ നോക്കി, എംഐയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിയപ്പം ഇന്ത്യയിൽ അവൈലബിൾ അല്ല ഇത്. പക്ഷേ ഇത് 2i ഫ്ലിപ്കാർട്ടിൽ കിടപ്പുണ്ട് കേട്ടോ. പക്ഷേ ഫ്യൂച്ചറും ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറും ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ കണക്കിലെടുത്താൽ റെഡ്മിയാണ് ഏറ്റവും ബെറ്റർ. അതുകൊണ്ട് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നത് റെഡ്മി എടുക്കുന്ന, ഇതൊന്നും നോക്കൊന്നും വേണ്ട, റെഡ്മിയാണ് ഇച്ചിരി കൂടെ ബെറ്റർ. ടൈപ്പ് C വരുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ എഫിഷ്യൻസിയൊക്കെ കൂടുതൽ റെഡ്മിക്കാണ്. ഗായ്സ്, ഇനി നമുക്ക് ഒരു 10000 mAh എടുക്കുവാണെങ്കിൽ നമുക്ക്
ഇതിനകത്ത് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് കമ്പാരിസൺ കണ്ടോ. സൈസ് കമ്പാരിസൺ തന്നെ നോക്കിയാൽ സൈസാണ് ഏറ്റവും ഇതിൻ്റെ പകുതിയേ ഉള്ളത്. വെയിറ്റ് നോക്കിയാലും ഇതിൻ്റെ പകുതിയേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് 10,000-ൻ്റെ ഈ റെഡ്മിയുടെ പവർ ബാങ്ക് നമുക്ക് 10,000 നിങ്ങൾ മേടിക്കുകയെന്നുണ്ടെങ്കിൽ റെഡ്മിയുടെ 10,000 ഒരു ചെറിയ പ്രശ്നമുള്ളൂ. ഇതിന് 18 വാട്ട്സ് സപ്പോർട്ടഡ് അല്ല, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് അല്ല. പക്ഷേ 2iയുടെ 10,000 18 വാട്ട്സ് സപ്പോർട്ടാണ്. അപ്പോൾ സ്പീഡാണ് നിങ്ങൾ കണക്കിലെടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2i മേടിക്കുക. ഇനി അതല്ല പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ പുതിയൊരു വേർഷൻ അപ്ഡേഷനാണ് നിങ്ങൾ കണക്കിലെടുക്കുന്നതെങ്കിൽ ഇത് മേടിക്കുക. സോ ഞാൻ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഒരു ട്രാവലർ ആണെങ്കിൽ ഒരു സ്ലീക്ക് കുറച്ച് ലോങ് ട്രാവലർ ആണെങ്കിൽ 20,000, പക്ഷേ നമുക്ക് ഒരു ചെറിയ ഒരു 1,000-1,500 ഈ ഐഫോണൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഒക്കെ ആണെങ്കിൽ ഒരു ചെറിയ സ്ലീക്ക് ഡിസൈനാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ 10,000 നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പം ഏറ്റവും പുതിയ വേർഷൻ മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് 20,000 മേടിച്ച് വെക്കുന്ന വയസ്സ് നല്ലത്. കാരണം ഒരൊറ്റ പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാൻ പറ്റും. അതൊരു വലിയ കാര്യമാണ്. സോ ഗൈസ്, നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഈ ഐറ്റംസൊക്കെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എൻ്റെ. ഇപ്പം ബാക്കിയെല്ലാം എൻ്റെ സഹോദരങ്ങൾ എനിക്ക് തന്നാണ്. സോ അവർക്കെല്ലാം ഒരു ബിഗ് താങ്ക്സ്. അതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഗൈസ് നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കുക. ഓക്കെ, ഇതുപോലുള്ള റിവ്യൂസിന് വേണ്ടി നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ഇടുവാണെങ്കിൽ, വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റ് ഇടുവാണെങ്കിൽ ഞാൻ പുതിയ പുതിയ പ്രൊഡക്ട്സ് അപ്ഡേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ എൻ്റെ റിവ്യൂസ് വേണമെങ്കിൽ നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ ഇട്ട് തരാം. ഓക്കെ, ഇതുപോലെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. സോ ഗായ്സ്, നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പുതിയ വീഡിയോസിനായിട്ട് നിങ്ങൾ ആ ബെൽ ബട്ടൺ അമർത്തിയിട്ടില്ലെങ്കിൽ ബെൽ ബട്ടൺ കൂടെ അമർത്തുക. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.